ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നല്ലൊരു വിഷു ആണല്ലേ. അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. വിഷുവിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് പോലെ കാണിക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വിഷുക്കണി. വിഷ്ണുവേട്ടൻ വിഷുക്കണി കണ്ടിട്ട് പിന്നെയും പോയി കിടന്നു. എനിക്ക് കുറച്ച് പണിയുണ്ട്, അമ്പലത്തിൽ പോകാൻ വിചാരിക്കുന്നു. അപ്പോൾ രാവിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകണം. അപ്പോൾ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയാണ്. അപ്പോൾ അത് നമുക്ക് വേഗം ഉണ്ടാക്കാം. നമുക്ക് അടുക്കളയിലോട്ട് പോവാം. കിച്ചൺ എഴുതി വെച്ചത് എൻ്റെ മോളാണ്. ആദ്യം ചായ വെക്കാം, അത് കഴിഞ്ഞിട്ട് സാമ്പാർ, അത് കഴിഞ്ഞിട്ട് ഇഡ്ഡലി, അങ്ങനെ വേഗം വേഗം പണി തീർക്കാം. അത് കഴിഞ്ഞിട്ട് വേണം പിള്ളേരെ കണി കാണിക്കാൻ. പിന്നെ അതുമാത്രമല്ല, ഇവിടുത്തെ മലയാളികളൊക്കെ കൂടെ ഒന്ന് വിഷു സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ വീട്ടിൽ നിന്ന് ഓരോ ഡിഷ് വെച്ചിട്ട് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എരിശ്ശേരിയായിരുന്നു കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ രാവിലത്തെ ഫുഡ് ഐറ്റത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് എരിശ്ശേരിൻ്റെ കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ നേരത്തെ ആയിട്ടുണ്ട്. ഇനി കുട്ടികളെ വിളിക്കണം. ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ രണ്ടാളും. രാത്രി ഞാൻ പറഞ്ഞപ്പം ശരി അമ്മേ നേരത്തെ വിളിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, അപ്പം തന്നെ എണീറ്റ് ഞങ്ങൾ റെഡിയാവാം, കണിയൊക്കെ കണ്ടിട്ട് വേഗം റെഡിയാവാന്നൊക്കെ പറഞ്ഞായിരുന്നു. ഹാപ്പി വിഷു. അമ്മ ഇന്നലെ പറഞ്ഞില്ലേ? അമ്മ ഇന്നലെ പറഞ്ഞില്ലേ അച്ഛൻ പൈസ തരും? പൈസ ഉറങ്ങാ ഇനി ഉറങ്ങാം. അത് നോക്ക് അമ്പോച്ചിട്ട് നമുക്ക് അച്ഛനൊരു ഉമ്മ കൊടുക്കും. മേടിച്ചിട്ട് അങ്ങനെ അച്ഛനൊരു ഉമ്മ കൊടുക്കും. എടുക്കാം നമുക്ക് പൈസ അവിടെ കൊണ്ടുവച്ചിട്ട് വരും. ആ റൈസിൽ വെച്ചോ മതി. റൈറ്റ് ഹാൻഡ് ഉണ്ട്, റൈറ്റ് ഹാൻഡ് ഉണ്ട്. വിഷു കറി നമ്മുടെ ഫോണിൽ നോക്കിയിട്ട് പറയപ്പോ ഒച്ചത്തിൽ പറ. ഹാപ്പി വിഷു എന്ന് പറയും. നമുക്ക് നല്ല ഉടുപ്പിടണ്ടേ. ഇപ്പൊ അവര് പാല് മാത്രം കുടിച്ച് റെഡിയായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോവാൻ റെഡിയായി. എവിടെ പോവാ നമ്മള്? അമ്പലത്തിൽ പോവാല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ അടുത്തുള്ള അയ്യപ്പ ടെമ്പിൾ. എയർഫോഴ്സ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ നമ്മൾ സർപ്രൈസ് ആയിട്ട് കുറച്ച് ആൾക്കാരെ കണ്ടു. അപ്പോൾ ഞാനും വിഷ്ണുവിനോട് കല്യാണം കഴിച്ചിട്ട് ആദ്യം ഗുജറാത്തിലോട്ട് പോകുന്ന സമയത്തുള്ള ഫ്രണ്ട്സാണ്. അവരിവിടെ അടുത്ത് തന്നെയുള്ള ഒരു എയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് പോസ്റ്റിംഗ് വന്നിട്ടുണ്ട്. ഇതാണ് അമ്പലത്തിലുണ്ടായ കണി. ഇത് മാത്രമല്ല കേട്ടോ, കുറേ കണി ഉണ്ടായിരുന്നു. പിന്നെ ഭജന ഉണ്ടായിരുന്നു അമ്പലത്തിൽ. തിരക്ക് കാരണം ഞങ്ങൾ വേഗം തിരിച്ചു വന്നു കേട്ടോ. പിന്നെ കുട്ടികളാണെങ്കിൽ ഫുഡും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് അമ്പലത്തിലെ വിശേഷങ്ങൾ. തിരിച്ചു വന്നിട്ട് ഞാൻ കഷ്ണമൊക്കെ മുറിച്ച് കുക്കറിലിട്ടു. അതിൻ്റെ കൂടെ വൻപയറും കായയും മത്തങ്ങയാട്ടോ ഞാൻ എരിശ്ശേരിക്കകത്ത് ഇടുന്നത്. അപ്പോൾ ഞാനത് വേഗം കുക്കറിലിട്ട് കഴുകി അടുപ്പത്ത് വെക്കാൻ നോക്കുകയാണ്. എന്നിട്ട് വേണം എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കും വിഷ്ണുവേട്ടനും ഞാൻ വേഗം കൊടുത്തു. കാര്യം വിഷ്ണുവേട്ടന് വേഗം പോയി ചോറും പായസവും ഒക്കെ വെക്കുന്ന ആണുങ്ങളൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ വേഗം അതിൻ്റെ കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ വിഷ്ണുവേട്ടനെ വേഗം കഴിപ്പിച്ച് വേഗം വിട്ടു. ഇപ്പോൾ ഞാൻ കുക്കറിനകത്ത് തന്നെ എല്ലാം സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ പണിയില്ലല്ലോ, വേഗം വേവുകയും ചെയ്യും. കായ ഉള്ളതുകൊണ്ട് എന്തായാലും കുക്കറിലിട്ടേ പറ്റുള്ളൂ എന്ന് വെച്ചിട്ട് ഞാൻ വേഗം അത് കുക്കറിലിട്ടു. എന്നിട്ടതാ കുട്ടികൾ കഴിച്ചു കഴിഞ്ഞു. വിഷ്ണുവേട്ടന് ഏകദേശം കഴിച്ചേറാറായി. പിന്നെ ഞാൻ കഴിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് കുട്ടികൾക്ക് മൈലാഞ്ചി ഇടണമെന്നും പറഞ്ഞിട്ട് തുടങ്ങി. അവർ ഇന്നലെ തൊട്ടേ ഇട്ടിട്ട് തുടങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് എൻ്റെ പണിയുടെ ഇടയ്ക്ക് അവർക്ക് എന്നെ ഞാൻ ഇട്ട് കൊടുക്കണം എന്നും പറഞ്ഞ് എടുത്തിട്ട് വന്നു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് തേങ്ങ അരച്ചെടുത്തു. ഞാൻ അരയ്ക്കാറാണ്, മുറിച്ചിട്ട് മിക്സിയിൽ അരയ്ക്കാണ് ഞാൻ. ചിരകാറില്ല പൊതുവെ. പിന്നെ കടുക് വറക്കുമ്പം ഫ്രൈ ചെയ്തിടാനാണ്. എലിശ്ശേരിക്ക് മുകളിൽ ഫ്രൈ ചെയ്തിടാനാണ്. ഇനി കുറച്ചുകൂടെ തേങ്ങ വേണം. കുറച്ച് തേങ്ങയും കൂടെ എടുക്കുന്നുണ്ട്. അത് ജീരകവും പച്ചമുളകും കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കാനാണ്, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാനാണ്. അപ്പോൾ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡിയായി. അതിനുള്ള വറക്കുന്നത് ഞാൻ തേങ്ങ കടുക് വറുത്തിട്ട് വെറുതെ പച്ചത്തേങ്ങ നന്നായിട്ട് ബ്രൗണായിട്ട് വറുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങിടുക. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട് തേങ്ങ. ഇതിപ്പോഴേ ഇളക്കണ്ട, നമുക്കിപ്പോൾ ഇങ്ങനെ തന്നെ അടച്ചു വെക്കാം. നമ്മൾ കഴിക്കാൻ നേരത്തെ എല്ലാം കൂടെ കൂട്ടി ഇളക്കി എടുത്താൽ മതി.
ചൂടായ കാരണം ഞാൻ കുട്ടികൾക്കൊക്കെ നല്ല വൃത്തിക്ക് പൊക്കി അങ്ങ് മുടിയൊക്കെ കെട്ടി കൊടുത്തു കേട്ടോ. രണ്ടാക്കും, ഒരാൾക്ക് മടഞ്ഞിട്ട് കൊടുത്തു, ഒരാൾക്കാണെങ്കിൽ പൊക്കി പോണിട്ടയിലല്ല എന്താ ബണ്ണി കണക്കൊക്കെ കെട്ടി കൊടുത്തു. പിന്നെ ഞാനാണെങ്കിലും ഇങ്ങനെയൊക്കെ എനിക്ക് ഒരു ഒറ്റ ഹെയർ സ്റ്റൈലേ ഉള്ളൂ, അതേ എനിക്ക് പറ്റുള്ളൂ കാര്യമായിട്ട്. പിന്നെ കണ്ണൊക്കെ എഴുതി റെഡിയായി. നമുക്ക് ഇങ്ങോട്ട് പാർട്ടി ഹാളിൽ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയായി. 12 മണി എന്ന് പറഞ്ഞായിരുന്നു, ആരും എത്തിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. അപ്പം ഒരു 12:30 ആകുമ്പോഴത്തേക്ക് പാർട്ടി ഹാളിലേക്ക് പോകണം. അപ്പം ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കൊടുക്കണം, ഞങ്ങൾ കാറിൽ പോകണം. വിഷ്ണുവേട്ടൻ അവിടെ നിന്നെല്ലാം സെറ്റപ്പാക്കി പിന്നെ വന്ന് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാ ഞങ്ങൾ ഫുഡൊക്കെ കാറിൽ വെച്ച് പിള്ളേർ സെറ്റിനെയും പെറുക്കിയിട്ടുണ്ട് ഞാൻ കാറിൽ പോവാണ്. ഇവിടുന്ന് അത്രയേ ഉള്ളൂ കേട്ടോ, ഒരു 5 മിനിറ്റ് പോയാൽ മതി. പിന്നെ വെയിൽ, പിന്നെ നടന്ന് സാധനങ്ങളൊക്കെ കൊണ്ട് പോകേണ്ടത് കൊണ്ട് പിന്നെ ഞങ്ങൾ കാറിൽ പോകുന്നേ ഉള്ളൂ. എനിക്കിപ്പം നല്ല കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ, കാർ എടുത്ത് ഓടിച്ച് പുറത്തൊക്കെ പോവാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനും തരുന്നുണ്ട്, വിഷ്ണുവേട്ടനായാലും കാർ ഓടിക്കാൻ തരുന്നുണ്ട്. എനിക്ക് പേടിയില്ല, പിള്ളേരെയും കൊണ്ട് പോകാനൊന്നും എനിക്കൊരു പേടിയില്ലാണ്ടായി. പിന്നെ എൻ്റെ ഒരു പാഷനാണ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. ഇതാണ് നിങ്ങളുടെ സദ്യ. പിന്നെ കുട്ടികൾക്ക് കുറേ ഗെയിം ഉണ്ടായിരുന്നു. സദ്യയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ 5:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഗെയിം ഉണ്ടായിരുന്നു. കസേര കളി, മുട്ടായി പെറുക്കൽ, പിന്നെ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ബിസ്ക്കറ്റ് കഴിക്കുക, അങ്ങനത്തെ പറഞ്ഞിട്ട് കുറേ ഗെയിം ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വിഷ്ണുവേട്ടൻ നേരത്തെ വന്നു. കാര്യം ചേന വിഷ്ണുവേട്ടൻ അലർജി ഉണ്ട്, അപ്പോൾ കഴിച്ചിട്ട് എന്തോ വയറിനെന്തോ പ്രശ്നമായിട്ട് വേഗം വന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വിഷുവിൻ്റെ ഒരു ഡേ എന്ന് പറയുന്നത്. ഇത് ചെറിയ ആളുടെ സ്കൂളിൽ നടന്ന ഒരു വിഷു സെലിബ്രേഷൻ പോലെയായിരുന്നു. അപ്പോൾ അതിനകത്ത് മലയാളി മങ്കി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക് യു, ബൈ.